വിനീഷ്യസ് ജൂനിയർ ടു ആഴ്സണൽ. കുറച്ചു മാസങ്ങൾ മുമ്പാണ് ഇത് പറയുന്നതെങ്കിൽ എല്ലാവരും ചിരിച്ചു തള്ളുമായിരുന്നു. എന്നാൽ ഇന്ന് ആ വാർത്തയ്ക്ക് ശക്തിയേറി വരുന്നു. ദിവസം തോറും ആ സ്വപ്ന നീക്കത്തിനുള്ള സാധ്യതകൾ കൂടി വരികയാണ്. വിനിക്ക് റയലിൽ ഇതുവരെ കരാർ പുതുക്കാനായിട്ടില്ല. ആഴ്സണലോ പണമൊഴുക്കാൻ റെഡിയാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും റിപ്പോർട്ടുകൾ മാത്രമായിരിക്കാം. റയലുമായുള്ള കരാർ ചർച്ചകൾക്ക് ആക്കം കൂട്ടാനുള്ള ഏജൻസി നടത്തുന്ന ഒരു ഗെയിമായിരിക്കാം. എന്തായാലും ഇനി റയൽ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. അവസാന ഓഫറാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. റയലുമായുള്ള വിനിയുടെ പ്രശ്നം എന്താണ്? വിനീഷ്യസ് വന്നാൽ ഗണ്ണേഴ്സിന് ഗുണമോ ദോഷമോ? നമുക്ക് നോക്കാം. ജൂലൈ 25-നാണ് വിനീഷ്യസിനെയും ആഴ്സണലിനെയും ബന്ധിപ്പിച്ച് വാർത്തകൾ ഫുട്ബോൾ സർക്കിളുകളിൽ ആദ്യം ഉയർന്നു തുടങ്ങിയത്. പ്രമുഖ ട്രാൻസ്ഫർ സ്പെഷ്യലിസ്റ്റായ ഡേവിഡ് ഓൺസ്റ്റൈനാണ് വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അന്ന് അതാരും കാര്യമാക്കിയില്ല. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റയലോ ആഴ്സണലോ വിനിയോ ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല. മാത്രമല്ല, ദിവസങ്ങൾ പോകുന്തോറും പലതരത്തിലുള്ള റൂമറുകൾ പൊങ്ങി വരുന്നുമുണ്ട്. ഏറ്റവും പുതിയതായി വരുന്ന വാർത്തയാണ് വിനീഷ്യസ് ഗണ്ണേഴ്സുമായി പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തുവെന്നാണ്. പക്ഷേ പ്രധാന മാധ്യമങ്ങളൊന്നും സ്ഥിരീകരിക്കാത്തതുകൊണ്ട് ഒന്നും പറയാറായിട്ടില്ല. എന്നിരുന്നാലും വിനിയെ പോലൊരു താരത്തെ റയൽ അങ്ങനെ കൈവിടാൻ തയ്യാറാകുമോ? 2027 വരെയാണ് ബ്രസീലിയൻ സൂപ്പർ താരത്തിൻ്റെ നിലവിലെ കരാർ ബാക്കിയുള്ളത്. പുതിയ കരാറിനായുള്ള ചർച്ചകൾ തുടങ്ങിയത് ഈ വർഷം ഫെബ്രുവരിയിലാണ്. താരത്തിന് നൽകിയ ആദ്യ പ്രപ്പോസൽ റിജക്ട് ചെയ്യുകയും ചെയ്തു. അതോടെ ചർച്ചകൾ പാതി വഴിയിൽ നിർത്തിവെച്ചു. ലോകകപ്പിന് ശേഷമാകാം ബാക്കിയുള്ള ചർച്ചകൾ എന്ന ധാരണയിലുമെത്തി. അതിനിടെ റയൽ മാഡ്രിഡ് ഈസ് ദ ക്ലബ് ഓഫ് മൈ ലൈഫ് എന്നും വിനീഷ്യസ് പറയുകയുണ്ടായി. എല്ലാവരും പ്രതീക്ഷിച്ചത് ലോകകപ്പിന് ശേഷം എന്തായാലും ചർച്ചകൾ നടക്കും, ധാരണയിലെത്തും, ഉടൻ പ്രഖ്യാപനമുണ്ടാകും. പക്ഷേ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. റിപ്പോർട്ടുകൾ പ്രകാരം വരുമാന കണക്കിലും ഇമേജ് റൈറ്റ്സിൻ്റെ വരുമാനം ഷെയർ ചെയ്യുന്നതിലുമാണ് തർക്കം നിലനിൽക്കുന്നത്. വിനീഷ്യസ് ചോദിക്കുന്ന വരുമാനം ഇപ്പോൾ വാങ്ങുന്നതിനേക്കാൾ ഇരട്ടിയാണ്. ഏകദേശം 329 കോടി എന്ന വമ്പൻ സാലറിയാണ് ബ്രസീലിയൻ താരം ആവശ്യപ്പെടുന്നത്. അതേസമയം സാധാരണയായി റയൽ താരങ്ങൾക്ക് നൽകുന്ന ഇമേജ് റൈറ്റ്സിൻ്റെ സ്പ്ലിറ്റ് 50-50 ആണ്. പക്ഷേ വിനീഷ്യസിൻ്റെ ടീം ആവശ്യപ്പെടുന്നത് 70% ആണ്. അവിടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. വരുമാന കണക്കിൽ റയൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിലും ഇമേജ് റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സ്പാനിഷ് മാധ്യമമായ മാർക്ക റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഫ്ലോറന്റീനോ പെരസ് വിനീഷ്യസിനും ടീമിനും അവസാന ഓഫർ നൽകിക്കഴിഞ്ഞു എന്നാണ്. ഇനി ഈ വിഷയത്തിൽ പുതിയ ചർച്ചകളോ മാറ്റങ്ങളോ ഉണ്ടാകില്ല. ഇപ്പോൾ റയൽ നൽകിയിരിക്കുന്ന കരാർ എന്താണോ അത് വിനീഷ്യസ് സമ്മതിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാം. വിനീഷ്യസിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് റയൽ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി തീരുമാനം വിനീഷ്യസിൻ്റേതാണ്. ഫെബ്രുവരിയിൽ ഹോസെ മൗറീനോ താരത്തിനെതിരെ നടത്തിയ പരാമർശങ്ങളും റോഡ്രിയെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള റയലിൻ്റെ തീരുമാനവും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്. വിനീഷ്യസിൻ്റെ ഈഗോ പ്രശ്നങ്ങളും മുമ്പും ചർച്ചയായിട്ടുള്ളതാണ്. ആഴ്സണലിലേക്കുള്ള ട്രാൻസ്ഫർ നടന്നാൽ പ്രീമിയർ ലീഗിലെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർന്നു വീഴുമെന്ന് ഉറപ്പാണ്. ഗണ്ണേഴ്സ് പണം മുടക്കാൻ തയ്യാറാണെന്നും പറയുന്നു. പക്ഷേ വിനീഷ്യസിൻ്റെ വരവ് ഗണ്ണേഴ്സിന് ശരിക്കും ഗുണം ചെയ്യുമോ? വിനിയെ പോലൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവരാനായാൽ ആഴ്സണലിന് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ് തന്നെയാണ്. ഒരു മത്സരം ഒറ്റയ്ക്ക് തൻ്റെ ടീമിനെ വിജയിപ്പിക്കാൻ പോകുന്ന താരമാണ് വിനി. പോയ വർഷങ്ങളിൽ ഗണ്ണേഴ്സ് നിരയിൽ ഇങ്ങനെയൊരു താരത്തിൻ്റെ കുറവും കാണാമായിരുന്നു. ആദ്യ ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നത്തിന് സാധ്യതകൾ കൂടി വരികയും ചെയ്യും. റൈറ്റ് വിങ്ങിൽ ബുക്കായോ സാക്കയിൽ മാത്രം ഒതുങ്ങാതെ രണ്ട് വിങ്ങിൽ നിന്ന് ഒരുപോലെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ഇതോടെ സാധിക്കും. ഒരു തരത്തിൽ നോക്കിയാൽ വിനിയെ കിട്ടിയാൽ ഗണ്ണേഴ്സിന് എന്തുകൊണ്ടും ഗുണം തന്നെയാണ്. പക്ഷേ വിനിയുടെ വരവോടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർട്ടറ്റയുടെ ആഴ്സണൽ ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാറിനെ മുൻനിർത്തി കളിക്കുന്ന ടീമല്ല. 11 പേരും ഒരുമിച്ച് ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കളിക്കുന്നവരാണ്. എല്ലാവരും ഒരുപോലെ പ്രസ് ചെയ്യും, എല്ലാവരും ഒരുപോലെ അറ്റാക്ക് ചെയ്യും, എല്ലാവരും ഒരുപോലെ ഡിഫെൻഡും ചെയ്യും. ആ സിസ്റ്റം നിലനിൽക്കുന്നതിന് കാരണം തന്നെ എല്ലാ താരങ്ങളും അവരവരുടെ ജോലികൾ കൃത്യമായി ചെയ്യുന്നതുകൊണ്ടാണ്. ഒരാൾക്ക് പിഴച്ചാൽ എല്ലാം തകർന്നു പോകും. ഇനി വിനിയുടെ കാര്യം നോക്കൂ. ബ്രസീലിലായാലും പിന്നീട് റയൽ മാഡ്രിഡിലായാലും പിച്ചിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഡിഫൻസിൽ അധികം പണിയെടുക്കേണ്ടി വരാറില്ല. വിങ്ങിൽ തൻ്റെ സ്പീഡും സ്കില്ലും ഉപയോഗിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും കാലം സ്വാതന്ത്ര്യത്തോടെ ഗ്രൗണ്ടിൽ വിലസി നടന്ന വിനി ആർട്ടറ്റയുടെ സിസ്റ്റം ഫുട്ബോളിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്നാണ് ചോദ്യം. വിനീഷ്യസിനെ പോലൊരു സൂപ്പർ സ്റ്റാറിനെ തൻ്റെ സിസ്റ്റമിലേക്ക് അഡാപ്റ്റ് ചെയ്യിക്കുമോ? അതോ വിനിക്ക് വേണ്ടി മാത്രം ആർട്ടറ്റ തൻ്റെ സിസ്റ്റം മാറ്റുമോ? മറ്റൊരു പ്രധാന പ്രശ്നം താരത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ഈഗോ ആണ്. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന ലൈനാണ് ആഴ്സണലിൻ്റെ ഇപ്പോഴത്തെ സ്റ്റൈൽ. ഡ്രസ്സിംഗ് റൂമിലായാലും പിച്ചിലായാലും വലിയ സൂപ്പർ സ്റ്റാറുകളില്ലാതെ എന്നാൽ എല്ലാവരും ഒരുപോലെ കൃത്യമായി പ്രവർത്തിക്കുന്ന സിസ്റ്റം. അതിലേക്ക് വിനീഷ്യസ് വരുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന ഈഗോ ക്ലാഷസ് മാനേജ് ചെയ്യുക എന്നത് ആർട്ടറ്റയ്ക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയാകും. റയലിൽ ആദ്യം ബെൻസെമയുമായി വിനിക്കുണ്ടായിരുന്ന പ്രശ്നം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മാത്രമല്ല വിനിയും എംബാപ്പയും ബെല്ലിംഗ്ഹാമും തമ്മിൽ
ചില അസ്വാരസ്യങ്ങൾ ഉണ്ടോ എന്ന് ആരാധകർ ചോദിച്ചു തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി. അങ്ങനെയുള്ള സാഹചര്യം ആഴ്സണൽ ഒഴിവാക്കിയേ പറ്റൂ. വിനീഷ്യസ് ഒരു മോശം ടീമേറ്റ് ആണ് എന്നല്ല, മറിച്ച് താരത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ഈഗോ ആർട്ടറ്റ മാനേജ് ചെയ്യേണ്ടി വരും. വരുമാനം മറ്റൊരു പ്രശ്നമാണ്. മെസ്സി ഓസിൽ പോയതിനു ശേഷം ബാലൻസ്ഡ് ആയ വേജ് സ്ട്രക്ചറാണ് ആഴ്സണൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വിനിയുടെ വരവോടെ അത് താറുമാറാകും. അപ്പോൾ മറ്റു താരങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അത് ഗണ്ണേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ വിജയിക്കണമെങ്കിൽ റിസ്ക് എടുത്തേ പറ്റൂ. യൂറോപ്പിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ടീമുകളിലൊന്നിനെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നിർണായക മത്സരങ്ങളിൽ കളി തിരിച്ചുപിടിക്കാൻ കഴിയുന്ന ഒരു താരത്തെ, ഒരു കീ പ്ലെയറിനെ അവർ മിസ് ചെയ്യുന്നുണ്ട്. വിനീഷ്യസ് അങ്ങനെ ഒരു കളിക്കാരനാണ്, വേൾഡ് ക്ലാസ്. ശരിയാണ്, ചില മാറ്റങ്ങൾ ആർട്ടറ്റയും ആഴ്സണലും വരുത്തേണ്ടി വരും. പക്ഷേ മികച്ച ടീമുകൾക്ക് ഒടുവിൽ ഇതുപോലുള്ള മാച്ച് വിന്നർ പ്ലെയറിൻ്റെ ആവശ്യമാണ്. നിലവിൽ വിനിയുടെ കോർട്ടിലാണ് പന്ത്. റയൽ അവരുടെ അവസാന ഓഫർ നൽകിക്കഴിഞ്ഞു. മറുപുറത്ത് ആഴ്സണൽ പണമൊഴുക്കാൻ റെഡിയാണ്. എല്ലാ പ്രശ്നങ്ങളും മറന്ന് വിനി റയലിൽ തന്നെ തുടരുമോ, അതോ ഗണ്ണേഴ്സ് എന്ന പുതിയ ചലഞ്ച് ഏറ്റെടുക്കുമോ? കാത്തിരിക്കാം.